ഖഡാന എന്ന മുസ്ലിം നേതാവിനെ അടുത്തിടെ BJP രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തതുകൊണ്ട് പാർലമെന്റിൽ പേരിനൊരു മുസ്ലിം ഉണ്ടായി എന്ന് പറയാമെന്ന് ഇവര് പറയുമ്പോൾ നിങ്ങളല്ലേ ജയിപ്പിച്ചു വിടേണ്ടത് സുഹൃത്തുക്കളെ? മലപ്പുറത്ത് അബ്ദുസലാം സാർ ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നല്ലോ. എന്തേ ഇവരെ പറയുമ്പം പിന്നെ എന്തും പറയാമല്ലോ. UP-യില് അങ്ങനെയാണ്, ഹൈദരാബാദിൽ ഇങ്ങനെയാണ്, ആന്ധ്രയിലും അസമിലും ഇങ്ങനെയാണ്, ഉത്തരാഖണ്ഡിൽ ഇങ്ങനെയാണ്. എന്നിട്ട് ഒന്നാം UPA-യില് 7 രണ്ടാം UPA-യില് 5 മുസ്ലിം മന്ത്രിമാരുണ്ടായിരുന്നു. ഇപ്പോൾ BJP-യെ പുകഴ്ത്താൻ മത്സരിക്കുന്ന ഗുലാം നബി ആസാദ് അടക്കം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഉത്തർപ്രദേശിൽ പോലും BJP-ക്ക് ഒരു മുസ്ലിം MLA ഇല്ല. ഡാനിഷ് അൻസാരി എന്ന UP-യിലെ ഏക മുസ്ലിം മന്ത്രി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട MLC മാത്രമാണ്. BJP ഭരിക്കുന്ന ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല എന്നിവർ പറയുമ്പോൾ ജയിപ്പിക്കേണ്ടത് നിങ്ങളല്ലേ? BJP സ്ഥാനാർത്ഥിയായ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിങ്ങൾ ജയിപ്പിച്ചു വിടാതെ ഞങ്ങൾക്ക് മന്ത്രിയില്ലേ എന്ന് നിലവിളിച്ചിട്ട് വല്ല വസ്തുതയുമുണ്ടോ? ഇവിടെ നമ്മുടെ രാഹുൽ ഗാന്ധി നടന്നു പറയുന്നുണ്ട്, അയ്യോ റായ്ബറേലിയില് ഒരു പക്ഷേ നമ്മുടെ പ്രിയങ്ക ഗാന്ധി നിന്നിരുന്നെങ്കിൽ നരേന്ദ്രമോദി തോക്കുമായിരുന്നു എന്നൊക്കെ ഇവര് പറയുന്നുണ്ട്. ഇവര് പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. ആരും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തോട് നിർത്തരുത്, പ്രിയങ്ക ഗാന്ധിയെ നിർത്തരുത് എന്ന് ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ മുസ്ലിങ്ങൾ മാത്രമായിരിക്കും ലോകം മുഴുവനും ലോകം അവസാനിക്കുന്നതിന്റെ ആരംഭമായി ഉണ്ടാകേണ്ടത് എന്നത് ഖുർആനിന്റെ താല്പര്യമാണ്, ഇസ്ലാമിന്റെ താല്പര്യമാണ്. ആ ഇസ്ലാമിക നിയമത്തിനനുസരിച്ച് ലോകം മുഴുവനും ആ രൂപത്തിൽ ആയിത്തീരുമെന്ന് മുസ്ലിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഖുർആനിനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കാനേ തരമുള്ളൂ. ഭൂരിപക്ഷ സമുദായങ്ങളെക്കാൾ 10 മടങ്ങ് വേഗത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യ വളരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. 1950 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിലാണത്രേ ഈ വർധനവുണ്ടായിരിക്കുന്നത്. ഹിന്ദു ജനസംഖ്യ 7.8% കുറഞ്ഞപ്പോൾ മുസ്ലിം ജനസംഖ്യ 43.15% കൂടുകയാണ് ചെയ്തത്. ക്രിസ്ത്യൻ ജനസംഖ്യ 5.38% കൂടി വർദ്ധിച്ചു. സിഖ് ജനസംഖ്യ 6.58% കൂടി. 1950 മൊത്തം ജനസംഖ്യയുടെ 84% ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ ഇപ്പോൾ 78% മാത്രമാണ്. എന്നാൽ മുസ്ലിം ജനസംഖ്യയുടെ മൊത്തം ജനസംഖ്യയുടെ 9.84% നിന്നും 14.9% അവർ വളർന്നു. ഭാരതത്തിൽ മാത്രമല്ല, മ്യാൻമാറിൽ 10% ഇടിവുണ്ടായിട്ടുണ്ട്. നേപ്പാളില് 3.6% ഇടിവുണ്ടായിട്ടുണ്ട്. ഹിന്ദു ജനസംഖ്യയില് ഇവിടെയൊക്കെ ജനസംഖ്യ കുറയുന്നു. ഇതിന് കാരണം മുസ്ലിങ്ങളാണ് എന്നല്ല പറയുന്നത്. മുസ്ലിങ്ങൾ അവർക്ക് കിട്ടിയ ആയുധം വളരെ കൃത്യമായിട്ട് പ്രയോഗിക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. അവര് വർദ്ധിക്കുന്നു, അവര് പെറ്റുകൂട്ടുന്നു ഇഷ്ടം പോലെ, അവർക്ക് ജനസംഖ്യ വർദ്ധിക്കണം. അതുകൊണ്ടാണ് ഹമാസ് തീവ്രവാദികൾ പറഞ്ഞത്, നിങ്ങൾ ഇന്ന് കൊന്നോ, എത്രമാത്രം ഹമാസുകാരെ ഗാസക്കാരെയും നിങ്ങൾ കൊന്നാലും ശരി, ഞങ്ങൾക്കൊരു 10 വർഷം തന്നാൽ മതി. ആ 10 വർഷം കൊണ്ട് എങ്ങനെ ഈ ജനസംഖ്യ ഇരട്ടിയാക്കണം എന്ന് നമുക്കറിയാം. എന്നിട്ട് മുസ്ലിം വിരുദ്ധനാണ് നരേന്ദ്രമോദി എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം രൂപത്തിലുള്ള കോലാഹലങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. മുസ്ലിം വിരുദ്ധർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മറുനാടൻ ഷാജൻ ചില വാർത്തകൾ വസ്തുനിഷ്ഠമായി ചെയ്തപ്പോൾ ചില ഉസ്താദുമാർക്കെതിരായി. രാജ്യത്തിന്റെ മതേതരത്വത്തോടൊപ്പം നിൽക്കാൻ ശ്രമിച്ചപ്പോൾ ഇസ്ലാമിനെതിരായി. മതേതരത്വത്തോടൊപ്പം സഞ്ചരിക്കാൻ ശ്രമിച്ചപ്പോൾ തീവ്രവാദത്തിനെതിരായി. അതിന്റെ പേരില് ആ മനുഷ്യനെ ഒരു മുസ്ലിം വിരുദ്ധനായി കണ്ടു, മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിച്ചു. അങ്ങനെയാണ് നമ്മുടെ ഗുണ്ട MLA ഒക്കെ യുദ്ധം പ്രഖ്യാപിച്ച് ഷാജൻ സ്കറിയക്കെതിരെ ഇറങ്ങി തിരിച്ചത്. എന്നിട്ടിപ്പോ അവര് തലങ്ങും വിലങ്ങും പറയുന്ന ഒരു കാര്യമുണ്ട്, മണിപ്പൂരിലേക്ക് നോക്കൂ, നരേന്ദ്രമോദി ഹിന്ദുക്കൾക്കെതിരാണ്, ക്രിസ്ത്യാനികൾക്കെതിരാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ രൂപത്തിലും
ഒന്ന് പടച്ചുവിടാൻ ശ്രമിച്ചു. ആ സമയത്താണ് ഓർത്തഡോക്സ് സഭയ്ക്ക് പിന്നാലെ മണിപ്പൂർ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വളരെ കൃത്യമായി പറഞ്ഞ് യാക്കോബായ സഭയും മുന്നോട്ട് വന്നത്. മണിപ്പൂരിലേത് അടിസ്ഥാനപരമായി ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നവുമല്ല. അപ്പൊ ഇത് നരേന്ദ്രമോദി ഇടപെടാത്തത് ക്രിസ്ത്യൻ വിരുദ്ധനായത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ക്രിസ്ത്യാനികൾ തന്നെ അതിനെ തിരുത്തി. അവര് പറഞ്ഞു, ഇപ്പോ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയേണ്ടതില്ല. അതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. മണിപ്പൂർ വിഷയത്തിൽ നിലപാട് ഇതാണ് യാക്കോബായ സഭയുടെ. മണിപ്പൂരിലേത് അടിസ്ഥാനപരമായി ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. ഇത് പറഞ്ഞത് യാക്കോബായ സഭ അധ്യക്ഷൻ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രോപൊലീത്തയാണ്. മണിപ്പൂരിലേത് അടിസ്ഥാനപരമായി രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമല്ല. ഹിന്ദുക്കളും ക്രൈസ്തവരും മുസ്ലിങ്ങളും അക്കൂട്ടത്തിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത് ക്രൈസ്തവർക്കാണ്. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന് വലിയ ആശങ്കയുണ്ട് ആ വിഷയത്തിൽ. അത് ഒരു മതവികാരമായി ആളിക്കത്തിക്കാൻ ശ്രമിച്ചു. മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധൻ, ക്രിസ്ത്യാനികൾക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ക്രിസ്ത്യൻ വിരുദ്ധൻ. അദ്ദേഹം ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് പോകുകയോ അതല്ലെങ്കിൽ അദ്ദേഹം തമിഴ്നാട്ടില് കന്യാകുമാരിയിൽ പോയി തിരുവള്ളുവറിന്റെ പ്രതിമയിൽ ഒന്ന് തൊടുകയോ വിവേകാനന്ദ പാറയിൽ, അദ്ദേഹം മതഭക്തനാണ്, അതിനനുസരിച്ച് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാം. അത് വ്യക്തിപരമാണ്. രാജ്യത്തെ ഒരു താല്പര്യത്തിനും അദ്ദേഹം എതിരായിട്ടൊന്നും പ്രവർത്തിച്ചിട്ടില്ല. ആ സമയത്ത് അദ്ദേഹം തീവ്ര ഹിന്ദു വിശ്വാസിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വിമർശനങ്ങൾ. കാരണം എന്തെങ്കിലും വേണം എപ്പോഴും, അത്രേ ഉള്ളൂ കാര്യം. മണിപ്പൂർ വിഷയത്തിൽ RSS തലവനായ മോഹൻ ഭഗവതിന്റെ നിലപാട് ശരിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോ മണിപ്പൂരിലെ തർക്ക പരിഹാരത്തിന് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകണമെന്ന് പറഞ്ഞ മോഹൻ ഭാഗവത് അദ്ദേഹം പറഞ്ഞു, പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മുന്നോട്ട് പോയതിനെ കഴിഞ്ഞ വർഷം വിമർശിച്ചിരുന്നു. കേരളത്തിൽ നിന്ന് ക്രിസ്ത്യൻ മന്ത്രി വന്നത് ശുഭപ്രതീക്ഷയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോ ക്രിസ്ത്യാനികൾക്കെതിരാണ് നരേന്ദ്രമോദി എന്ന് പടച്ചുവിട്ടത് എങ്ങനെയായി? ഇപ്പോ അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതാണ് പൊതുവെ ഉള്ള ഒരു ചൊല്ലുണ്ട്, സത്യം ലോകം അറിയുന്നതിന് മുമ്പ് നുണ ലോകം മുഴുവനും സഞ്ചരിച്ചിട്ടുണ്ടാകും. അടിസ്ഥാനപരമായി രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നങ്ങളല്ല. ഇതിനകത്ത് ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള തല്ലും പിടിയും രാജ്യത്തിന്റെ താല്പര്യത്തിന് പോലും എതിരാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനും ഒരു മതവിഭാഗത്തിനെതിരാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മതവിഭാഗമാണ്. നമുക്കറിയാം കാശ്മീരിന്റെ അവസ്ഥ എങ്ങനെയാണ് മാറി മറിഞ്ഞത്. ജമ്മു കാശ്മീരിന് സവിശേഷമായ അധികാരങ്ങൾ നൽകുന്ന ആർട്ടിക്കിൾ 370 പാസ്സായത് നമ്മൾ കണ്ടു. അതേപോലും രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞിരുന്നത്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 370 തിരിച്ചു കൊണ്ടുവരാം, അതായത് കാശ്മീരിന്റെ സമാധാനം നശിപ്പിച്ചു തരാമെന്ന്. ഇപ്പോ കാശ്മീർ സമാധാനത്തോടുകൂടി ജീവിക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല ഗണ്ഡിക്ക്. ജോഡോ യാത്രയ്ക്കൊടുവില് കാശ്മീരിൽ പോയി പതാക ഉയർത്തിയല്ലോ, എന്താ അതിനു മുമ്പ് പറ്റാതിരുന്നത്? നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണല്ലോ കാശ്മീരിൽ ദേശീയ പതാക ഉയർത്താൻ ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ജമ്മു കാശ്മീർ നിയമസഭയ്ക്ക് സവിശേഷമായ അധികാരങ്ങൾ നൽകിക്കൊണ്ട് 1954 കൂട്ടിച്ചേർത്ത 35A സ്വാഭാവികമായും മറഞ്ഞു പോയിരിക്കുന്നു. ഇതോടെ 560-ലധികം നാട്ടുരാജ്യങ്ങൾ കൂട്ടിച്ചേർന്ന് ഇന്ത്യ രൂപം കൊണ്ട കാലം മുതലുള്ള രാഷ്ട്രീയ അസ്ഥിരതയ്ക്കാണ് ഇപ്പോൾ ഒരു പരിധിവരെ വിരാമം കുറിച്ചിരിക്കുന്നത്. രാജ്യം സ്വാതന്ത്ര്യം നേടിയ സമയത്ത് അവസാനത്തെ ഗോദ്ര രാജാവായിരുന്ന ഹരിസിംഗിന് കീഴില് സ്വതന്ത്രമായി നിന്ന കാശ്മീരിനെ പാകിസ്ഥാനിലെ പഷ്തൂൺ പോരാളികൾ ആക്രമിച്ചു. ഇതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഹരിസിംഗ് ഇന്ത്യയോട് സഹായം ചോദിച്ചു. ഇന്ത്യൻ യൂണിയനൊപ്പം വ്യവസ്ഥകൾക്ക് വിധേയമായി ചേരാം എന്ന ധാരണയുണ്ടാകുന്നത് ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. അന്ന് ഹരിസിംഗുമായിട്ടുണ്ടായ ധാരണകളാണ് പിന്നീട് രൂപം കൊണ്ട ആർട്ടിക്കിൾ 370 അന്തസത്തയായി മാറുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗമായിരുന്ന ഗോപാലസ്വാമി അയ്യങ്കാർ
അദ്ദേഹമാണ് 370ന്റെ കരട് രേഖ തയ്യാറാക്കുന്നത്. പാകിസ്ഥാൻ കയറ്റി അയക്കുന്ന ഇസ്ലാമിക് തീവ്രവാദത്തിന്റെ ഹബ്ബായി കാശ്മീർ മാറുകയും ആർട്ടിക്കിൾ 370 ഈ രൂപത്തിൽ